ഈ വണ്ടി നിർത്താൻ എന്ത് വഴി? വൃത്തികേടുകളുടെ ഈ മധ്യത്തിൽ ഇനിയും തനിക്ക് നിൽക്കാനാവില്ല. എത്ര നേരമായി വണ്ടി അലറിപ്പൊളിച്ചു പായുന്നു. മൂക്കിൽ തീതുപ്പുന്ന ദുർഗന്ധത്തെ വകഞ്ഞു മാറ്റി പതിയെ സഖാവ് ഗോവിന്ദൻ്റെ കണ്ണിൽ കമ്പാർട്ട്മെൻറ്റിനകത്തെ കാഴ്ചകൾ ഓരോന്നായി തെളിയാൻ തുടങ്ങി. മലബാർ എക്സ്പ്രസിൻ്റെ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റ്. നിലാവുദിച്ച നരകമല്ലാതെ മറ്റെന്താണ്? 4 പേരുടെ സീറ്റിൽ 6 പേർ ഇരുന്നുറങ്ങുന്നു. ഇന്ന് കാല് കൊഴിച്ച ഒരു കുടുംബം. അതൊരു കർഷക കുടുംബം. അതിലൊരാൾക്ക് കീമോ കഴിഞ്ഞ് മുടി കൊഴിഞ്ഞിട്ടുണ്ട്. വിളറിയതും ഭദ്രവുമായി വിഴുങ്ങപ്പെട്ട വ്യക്തിത്വവും വ്യാർത്ഥസാന്ദ്രമായ ശൂന്യത പോലെ തങ്ങളുടെ വിധിയുടെ കയ്യാമങ്ങളിൽ എങ്ങോ ചാരുറങ്ങിപ്പോയി ഇരിക്കുന്നവൻ്റെ ചുമലിൽ തട്ടിയ അസംതൃപ്തിയിൽ ഉണരുകയും ചെയ്യുന്നു. ദിനപത്രങ്ങൾ വിരിച്ചു കൊടുക്കുന്ന ഒരു ചുമട്ടുകൂലി. കുടുംബത്തിൽ നിന്നും 3 വയസ്സുള്ള പെൺകുട്ടി എന്തോ കാരണത്താൽ ഞെട്ടി ഉണർന്ന് കരഞ്ഞു. സഖാവിന് എന്തെന്നില്ലാത്ത അത്ഭുതം തോന്നി. വീടുകുറ്റികളും ഭക്ഷണ മാലിന്യങ്ങളും പൊടിക്കൂമ്പാരങ്ങളും തട്ടി മറിഞ്ഞുപോയ നനവുകളും നിറഞ്ഞ കമ്പാർട്ട്മെൻറ്റിൻ്റെ വെറുന്നിലത്ത് ഒരു ജനതയെ കുറുങ്ങാനാവുന്നു. സാധനങ്ങൾ വെക്കേണ്ട കരിയറിൽ കഷ്ടിച്ചൊരടവ് മാത്രം വീതി. വിസ്താരത്തിൽ തലങ്ങും വിലങ്ങും ഉറങ്ങുന്നു 2 പേർ. ഇടയ്ക്ക് ഒരു അസംബന്ധം പോലെ ഉള്ളിലേക്കടിച്ച കാറ്റ്. വണ്ടി പുഴ കടക്കുകയാണ്. വിരിച്ചുറങ്ങുന്ന പത്രക്കടലാസിനെയും മാന്തിപ്പറിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ പത്രം പിടിച്ചു നിന്നു. നമ്മുടെ കാലത്തെ പത്രങ്ങളൊക്കെ നിന്ദിതർക്കും പീഡിതർക്കുമൊക്കെ നിലകൊള്ളുന്നുവല്ലോ എന്ന് സഖാവിൻ്റെ ചിന്തയിൽ ഒളിമിന്നി കടന്നുപോയി. താൻ സഖാവ് ആയിരംകളത്തിൽ ഗോവിന്ദനാണ് എന്ന ആത്മബോധം പെട്ടെന്നുണർത്താൻ ഇത് സഹായകമായി. പ്രധാന പത്രങ്ങളിലൊക്കെ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഫോട്ടോയും പ്രസ്താവനയുമായി വരുന്നവനാണ് താൻ. തന്നെ യാത്രക്കാരിൽ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പാലം കടന്നു മിതസ്ഥായി കൈവരിച്ച മലബാർ എക്സ്പ്രസ് പതിയെ നിശ്ചലമായി. സഖാവിനെ ഗീതാത്മകമായൊരു ഉണർവ് വന്നു. ധൃതിയിൽ വിളിച്ചു. പക്ഷേ അത് വെറുതെ. സഖാവ് ആയിരംകളത്തിൽ ഗോവിന്ദൻ അടഞ്ഞ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും പുറത്തു കിടക്കാനായില്ല. അന്തനെ തള്ളിമാറ്റി വാതിൽ പലതവണ ബലം പ്രയോഗിച്ചു. തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഉരുക്കിൻ്റെ ഭാഷയിൽ മൗനം പൂണ്ടു നിന്നു. എനിക്കിറങ്ങണം. ഈ നരകത്തിൽ നിന്ന് വിടുതി വേണം. താൻ പ്രായാധിക്യത്താൽ തളർന്നവനാണ്. ജനങ്ങൾക്ക് വേണ്ടി പോരാടി വയസ്സായവനാണ്. ഇത്രയും നിന്നപ്പോഴേക്കും കാലിൽ നീര് വന്നു. വീർത്തു. മുട്ട് നുറുങ്ങിപ്പൊടി വിധമായി. ആരെങ്കിലും വന്ന് ഒന്ന് സഹായിക്കാമോ? ഏതാണ് ഈ സ്റ്റേഷൻ എന്നെങ്കിലും പറയാമോ?